സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളെ ഗ്യാരേജിലാണ് കേട്ടോ പണി. നമ്മളെ ഗ്യാരേജിൽ നമുക്ക് ഒരു ചെറിയ വർക്ക് എന്നാണ്, ചെറിയൊരു RC കാറാണ്. നമുക്ക് എന്തായാലും ഗ്യാരേജിൽ പോയി പണി തുടങ്ങാം. സോ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. വണ്ടീൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ആക്സിൽ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്തുള്ള, അത് പൊട്ടിപ്പോയി കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ നന്നാക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ പണി. ഇതാണ് സംഭവം. സോ നമുക്ക് പണി തുടങ്ങാം അല്ലേ ഗൈസ്. ഇത് ഒരു RC കാറാണേ. RC കാർ ആയതുകൊണ്ട് ഫ്രണ്ടിൽ ഇത് ഇവിടെ പൊട്ടി പോയതുകൊണ്ട് തിരിയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോൾ ശരിയാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമുക്ക് വണ്ടി ഒന്ന് സൈഡിലേക്ക് മാറ്റിയേക്കാം, നമ്മളെ പണിയെടുക്കൂല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ പൊട്ടിയ ആക്സിൽ കേട്ടോ. ഇതോടെ ഒട്ടിച്ചാൽ മതി, പ്രശ്നം കഴിയും. നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്ലസ്കി കൊണ്ടാണ് കേട്ടോ ഒട്ടിക്കണത്. സക്സസ് ആകുമോ അറിയില്ല, സക്സസ് ആവാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ചെയ്തു നോക്കുക. സാധനം ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനി നമ്മളിത് കുറച്ച് നേരം ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ നമ്മൾക്ക് ഈ ടയറ് വണ്ടിക്ക് കയറ്റിയാൽ മതി. നമ്മളെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഇത് എനിക്കെൻ്റെ ഏട്ടൻ തന്ന വണ്ടിയാണ്. ഇതിന് എൻ്റെ ഏട്ടൻ്റെ വക കുറേ കസ്റ്റമൈസേഷനൊക്കെ ചെയ്തു കേട്ടോ. അതാ ഈ വണ്ടിക്ക് ഇവിടെ ഒരു ചെറിയ സ്മോക്കിങ്ങിൻ്റെ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓന് ഒരു പൈപ്പ് എടുത്തിട്ട് ഈ സ്മോക്കിങ് ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ട് നേരെ അടിയിൽ കൂടെ കൊണ്ടുവന്നതാ ഫ്രണ്ടിൽ നമ്മളെ കറക്റ്റ് ഒരു മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് കൊണ്ടുപോയി കയറ്റി വെച്ചാണ്. സ്മോക്ക് ഇടുകയാണെങ്കിൽ ഇതിലാണ് പോവുക, നല്ല രസമാണ്. പിന്നെ വണ്ടി ഫുള്ള് കിട്ടിയപ്പോൾ ഓറഞ്ച് ആയിരുന്നു. ഓന് സ്പ്രേ പെയിൻ്റ് അടിച്ച് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണമെന്നുള്ള അങ്ങനെ അഭിപ്രായം പറയും. പേഴ്സണലി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഓൻ്റെ ഒരു ഇതല്ലേ, ബാക്ക് വീൽ ഡ്രൈവ് ആണ്. ബാക്കിൽ വണ്ടിൻ്റെ എൻജിൻ, അതായത് മോട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിൽ ഇവിടെയാണ്. പിന്നെ ഫ്രണ്ടിൽ വരുന്നതെന്ന് വെച്ചാൽ വണ്ടി റൊട്ടേറ്റ് ചെയ്യാനുള്ള മോട്ടറും കാര്യങ്ങളുമാണ്. ഇതിൻ്റെ തന്നെ 4 വീൽ ഉണ്ട് കേട്ടോ, അതായത് 4x4 സിസ്റ്റം വരുന്ന വണ്ടി ഉണ്ട്. കുറച്ച് പൈസ കൂടുന്നുണ്ട്. ഇതിന് ഏകദേശം ഒരു 2,500 3-ൻ്റെ ഉള്ളിലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. മറ്റേനൊരു 1,000 1,500 റുപ്യയും കൂടെ കൂടും 4x4-ന്. അത് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷേ രസമല്ലേ. ഒരാഴ്ച നമ്മളെ സാധനം സെറ്റായി എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മളെ ടയറ് തിരിച്ച് വണ്ടിയിൽ കയറ്റാം. സോ വണ്ടി സെറ്റായി ഗൈസ്. ഇതാ ഫ്ലോപ്പായി ഗൈസ്. സാധനം പൊട്ടിപ്പോയി. നമ്മൾ പൊട്ടിച്ച സാധനം ഇവിടെ പൊട്ടി തന്നെ പോയി. വിഷയം എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ ഊരിയാണ് നോക്കുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് വന്നതാണ്. അതായത് നമ്മൾ ആ ബ്ലോക്ക് ഒന്ന് റിമൂവ് ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഈ റോഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങാൻ കഴിയുള്ളൂ. അത് ഫ്രീ ആയിട്ട് കറങ്ങിയില്ല, പിന്നെയും പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യാം ആദ്യം. ഏകദേശം നമ്മൾ ക്ലീൻ ആക്കിയാണ് ഗൈസ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കയറ്റി വെക്കാം, സക്സസ് ആവുമല്ലേ. പൊട്ടി ഗൈസ്. എഗെയിൻ വീണ്ടും പൊട്ടിയതാ സാധനം. പിന്നെയും പൊട്ടിപ്പോവും, പൊട്ടി നിൽക്കില്ല. എന്തായാലും വർക്ക് പിന്നാക്കാം. ആദ്യം ഇട്ട് അത് പൊട്ടി, രണ്ടാമത് ഇട്ട് അതും പൊട്ടി, മൂന്നാമതാ നമ്മളൊന്നും കൂടെ ഒട്ടിച്ചിട്ടാണ്. ഞാനേ പോയിട്ട് കുളിച്ച് വരാം. സോ നമ്മളങ്ങനെ കുളിച്ച് വന്നാണ്. സാധനം ഏകദേശം സെറ്റായി എന്നാണ് തോന്നണത്. ഒരറ്റംപ്റ്റും കൂടെ നമ്മൾ നടത്തി വെക്കും. ഇതിലും ഫെയിലായാൽ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കണം ഗൈസ്. സോ ഫൈനലി ഗൈസ്, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുകയാണ്.
ഇവിടെയാണ് കേട്ടോ പ്രശ്നം ഉണ്ടായിന്. ഈ സാധനം ഈ റോഡ് ഇങ്ങനെ തിരിയാനായിരുന്നു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ അത് സിമ്പിളായിട്ട് തിരിയുന്നുണ്ട്. നമ്മൾ ആ ഹോള് ഫ്രീ ആക്കി കൊടുത്തോണ്ട് സംഭവം ഇപ്പോൾ റെഡിയാണ്. നമുക്ക് ബാറ്ററി ഇട്ടിട്ട് വണ്ടിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. രണ്ട് ആണ് നമ്മളെ പ്രശ്നം ഉണ്ടായിന്, അത് നോക്കാം. ഓക്കെ, റെഡി സാധനം സെറ്റാണ് ഗൈസ്. നമ്മളെ വണ്ടി ഫൈനലി റെഡി ആയി. സോ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളെ പണി കഴിഞ്ഞ് വണ്ടി സെറ്റായി. ഇനി നമുക്ക് വണ്ടി ഓട്ടണ ചെറിയ വീഡിയോ കൂടെ കാണിച്ചു. സോ ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നെയും പൊട്ടി. ആ പൊട്ടിയ സ്ഥലത്ത് തന്നെ പിന്നെയും പൊട്ടുക. അത് ഇനി പൊട്ടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കണം. സോ ലെറ്റ്സ് സീ what's next. Bye.